വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ലിവർപൂളിൻ്റെ ബാക്ക് എൻഡിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് ലെവലിൽ. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഇത് ക്ലോപ്പിൻ്റെ അവസാനത്തെ സീസണാണ്. അപ്പോൾ അദ്ദേഹം പോയി കഴിയുമ്പോൾ തീർച്ചയായും ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരിക്കും. പുതിയ മാനേജർ, അതുപോലെ തന്നെ പുതിയ അസിസ്റ്റൻറ്റ് മാനേജേഴ്സും, അതുപോലെ മൊത്തത്തിൽ ട്രാൻസ്ഫർ സ്ട്രാറ്റജി എല്ലാ കാര്യങ്ങളും മാറി മറിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലിവർപൂളിൻ്റെ ഓണേഴ്സായ FSG അവർ ആദ്യം തന്നെ അവരുടെ പഴയ ആളെ തിരിച്ചു കൊണ്ടുവന്നു. വേറെ ആരുമല്ല, മൈക്കിൾ എഡ്വേർഡ്സ്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്നു, പിന്നെ 2 കൊല്ലം മുമ്പ് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു CEO ആയിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് റിച്ചാർഡ് ഹ്യൂസിന് അപ്പോയിൻമെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരാളും കൂടിയും ലിവർപൂളിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വേറെ ആരുമല്ല, ബെൻഫീക്കയുടെ ടെക്നിക്കൽ ഡയറക്ടറായ പെഡ്രോ മാർക്കസ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്പർ 1 നമുക്ക് മൈക്കിൾ എഡ്വാർഡ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ എഡ്വാർഡ്സിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം 2-3 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലിവർപൂളിന് ഇന്നുള്ള സക്സസ്സിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്വാർഡ്സ് ആണ്. ഇപ്പോൾ ക്ലോപ്പിന് അപ്പോയിൻമെൻറ്റ് ചെയ്തതാണെങ്കിലും എഡ്വാർഡ്സ് ആണ്. അപ്പോൾ അതുപോലെ ആ ഒരു സമയത്ത് ഈ ക്ലോപ്പിന് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മാനേജേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കാർലോ അഞ്ചലോട്ടി ആയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂകാസിൽ എഡി ഹോവ് ആയിരുന്നു, അതുപോലെ ക്ലോപ്പായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ക്ലോപ്പിനെ ചൂസ് ചെയ്തത് എഡ്വാർഡ്സ് ആണ്. അതുപോലെ അതിന് ശേഷം നടന്ന ട്രാൻസ്ഫർ സ്ട്രാറ്റജി ആണെങ്കിൽ അവർ സൈൻ ചെയ്ത പ്ലെയേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ കാര്യത്തിലൊക്കെ അവരുടെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഹിറ്റ് സൈനിങ്സ് ഒക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെയിൽസ് ആണെങ്കിലും വലിയ രീതിയിൽ പ്രോഫിറ്റ് ലിവർപൂൾ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടീഞ്ഞോനെ 142 മില്യൺ വിറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സൊലാങ്കെ, മുഹമ്മദ് സാക്കോ, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ നല്ല വിലയ്ക്കാണ് അദ്ദേഹം വിറ്റുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നല്ല ഷ്രൂഡായിട്ടുള്ള സ്മാർട്ട് സൈനിങ്സും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സലയുടെ കാര്യം മാത്രം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്ലോപ്പിന് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നത് ബ്രാൻഡിനെ ആയിരുന്നു. പക്ഷേ കുറച്ച് നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് സലേനെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ സല ഒരു വൻ ഹിറ്റായി മാറി. അപ്പോൾ അങ്ങനെയുള്ള സൈനിങ്സൊക്കെ നടത്തുക, മാനേജറിൻ്റെ തീരുമാനത്തിന് മുകളിലും ആണെങ്കിലും ബുദ്ധിപരമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് ക്ലബിനെ ഫസ്റ്റാക്കി വെച്ചിട്ട് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് മൈക്കിൾ എഡ്വാർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ CEO ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബേസിക്കലി പറയുകയാണെങ്കിൽ പോർട്സ്മൗത്ത് അനലിസ്റ്റായിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ സ്റ്റെപ്പ് കയറിയാണ് ഈ ഒരു ടോപ്പ് ലെവലിലേക്കൊക്കെ എത്തിയത്. പക്ഷേ ഈ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തലവേദന പിടിച്ചൊരു കാര്യമാണ്. ട്രാൻസ്ഫർ നോക്കുന്ന പോലെയല്ല, ഒത്തിരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. കൊമേഴ്ഷ്യൽ സൈഡ് ഹാൻഡിൽ ചെയ്യണം, ട്രാൻസ്ഫർ ഹാൻഡിൽ ചെയ്യണം, ക്ലബിൻ്റെ ഓവറോൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉള്ള റോളിനേക്കാളും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള റോളാണ് മൈക്കിൾ എഡ്വാർഡ്സിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം ചെയ്ത റോള് ചെയ്യാൻ പോകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺമൗത്തിൻ്റെ റിച്ചാർഡ് ഹ്യൂസ് ആണ്. അപ്പോൾ ഈ മൈക്കിൾ എഡ്വാർഡ്സിൻ്റെ തന്നെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് റിച്ചാർഡ് ഹ്യൂസ്. അപ്പോൾ അദ്ദേഹം ബോൺമൗത്തിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്നു കുറേ വർഷമായിട്ട്. മൂപ്പരെയാണ് ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ റോൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പലരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് നിന്ന ടീം ഏതാ, അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ട് സൈനിങ്സ് എടുത്ത ടീം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ബോൺമൗത്ത് എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ അവരുടെ പെർഫോമൻസിലേക്ക് നോക്കിയാലും മതി. ഇപ്പോൾ നിലവിൽ അവർ 13ാം സ്ഥാനത്താണ്. സാധാരണ റിലിഗേഷൻ കിടക്കുന്ന ഒരു ടീമാണ്, കുഞ്ഞു ക്ലബ്ബാണ്. പക്ഷേ അവർ ഓവറോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരനായിട്ട് പറയുന്നതും റിച്ചാർഡ് ഹ്യൂസിനെയാണ്. അതുപോലെ തന്നെ ഇങ്ങേരെ അറ്റ്ലാന്റയിൽ സീരിയ ക്ലബ്ബ് അറ്റ്ലാന്റയിൽ യൂത്ത് പ്ലെയറായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ അദ്ദേഹത്തിന് ഒത്തിരി കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സീരിയ എന്നുള്ള ഒത്തിരി പ്ലെയേഴ്സിനെയൊക്കെ ബോൺമൗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സീരിയയിലായിരിക്കും ഒരു പക്ഷേ ലിവർപൂളിൻ്റെ ഭാവിയിൽ ഇനി വരുന്ന ട്രാൻസ്ഫറിലൊക്കെ ഒരു പക്ഷേ ഫോക്കസ് ചെയ്യാൻ പോവുക. ചിലപ്പോൾ സീരിയ എന്നുള്ളൊരു മാനേജറിനെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഇൻസാഗി ആകാം. ഇപ്പോൾ എന്തായാലും ലിവർപൂൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രോ മാർക്കസിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. ബെൻഫീക്ക ടെക്നിക്കൽ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ലിവർപൂളിലേക്കല്ല കൊണ്ടുവരുന്നത്, FSGയുടെ സ്ട്രക്ചറിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ FSGയുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മൾട്ടി ക്ലബ്ബ് മോഡലിലേക്ക് മാറാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നമുക്കറിയാം, അവർക്ക് ഒത്തിരി ക്ലബ്ബുകളുണ്ട്. അതുപോലെ തന്നെ ചെൽസിയുടെ ഓണറാണെങ്കിലും ഫ്രഞ്ച് ലീഗിലൊരു ക്ലബ്ബുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിനാണെങ്കിലും ജിം റാറ്റ്ക്ലിഫിന് ഫ്രഞ്ച് ലീഗിൽ ക്ലബ്ബുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ലിവർപൂളിൻ്റെ ഓണേഴ്സിന് മൾട്ടി ക്ലബ്ബ് മോഡലിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെഡ്രോ മാർക്കസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ മിക്കവാറും വല്ല പോർച്ചുഗീസ് ക്ലബിനെ ആയിരിക്കും മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവർ.
അപ്പോൾ പോർച്ചുഗീസ് ക്ലബ്ബായുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക എന്നുള്ള പ്ലെയേഴ്സൊക്കെ അവർ പോകാൻ പ്രിഫർ ചെയ്യുന്നത്, അപ്പോൾ അവരുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് പോകാൻ പ്രിഫർ ചെയ്യുന്നത് പോർച്ചുഗീസ് ക്ലബ്ബുകളിലേക്കാണ്. കാരണം അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്ക എന്നുള്ള സ്റ്റാർസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്നുള്ള യങ് സ്റ്റാർസിനെയൊക്കെ സൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ പോർച്ചുഗീസ് ക്ലബ്ബിലേക്ക് വിട്ടാൽ മതി. അപ്പം അതിനുശേഷം അവർ വളർന്നു കഴിയുമ്പോൾ ലിവർപൂളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു രീതി ലിവർപൂളും ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ലക്ഷ്യമിട്ടിട്ടാണ് പെഡ്രോ മാർക്കസിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലിവർപൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.